ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിൻ്റെ വീട്ടിലേക്ക് വേദയെ കൊണ്ടുപോകാനായിട്ട് ആ അമ്മ മാക്സിമം പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒരാളെ എങ്ങനെ നമ്മുടെ കൂടെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നിൻ്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാത്തിനെയും സംശയത്തിൻ്റെ നിഴലിൽ കാണല്ലേ, കാര്യങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ അമ്മ ഇങ്ങനെ മോനോട് ചോദിക്കുക കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ തരുണിനെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്ന ഒരു വക്കു വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. പാവം ആ പെൺകുച്ച്, അതിൻ്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് അമ്മ എത്ര നാളത്തേക്കാണെന്ന് അമ്മ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ അവളോട് ജീവിതകാലം മുഴുവനും വീട്ടിൽ വന്ന് നിൽക്കാൻ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ മോനെ എന്ന് അമ്മ പറയാട്ടോ. ഒരു 6 മാസത്തേക്കെങ്കിലും നമ്മളുടെ കൂടെ അവൾ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമല്ലോ പിന്നെ എന്തു വേണം എന്നുള്ളത്. അവളുള്ളത് നമുക്കും നമ്മളുള്ളത് അവൾക്കും ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന കാര്യം അമ്മ ഇങ്ങനെ തരുണിനോട് പറയുന്നു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തരുണിന് എന്നെ ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇനിയിപ്പോൾ നിനക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അമ്മ തീരുമാനിച്ച് എന്തെങ്കിലും ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തരുണ നേരം ചോദിക്കാം. തൽക്കാലം ഒരു 6 മാസത്തേക്ക് നിന്നോളാൻ പറ. അപ്പോഴേക്കും മോൾക്കും വേറെ ഭക്ഷണമൊക്കെ കൊടുത്ത് തുടങ്ങാമല്ലോ. ഇപ്പോഴത്തെ ആ ഒരു ഡ്രോമയിൽ നിന്ന് അവരും പുറത്ത് കിടക്കട്ടെ. അല്ലെങ്കിൽ അമ്മ പറയുന്നതിനെതിരായിട്ട് നീ ഒന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ആ അമ്മ തരുണിനോട് പറയാട്ടോ. ഞാനൊന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പോണു. ഈ സമയത്ത് നമ്മുടെ വേദ കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുവാണ്. കുഞ്ഞിനെ ഉറക്കിയും കുഞ്ഞിനെ ഇങ്ങനെ താരാട്ടിയൊക്കെ. ആ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് ചെന്നു. കുഞ്ഞാവ ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോവുക. ആ സമയത്ത് കണ്ണൊക്കെ പൊത്തിയൊക്കെ ഇങ്ങനെ കാണിക്കുക അമ്മയെ. കുഞ്ഞിനെ ഇങ്ങത്താ, എന്നിട്ട് മോള് പോയി റെഡി ആവാൻ നോക്കാൻ അമ്മ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇന്ന് ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകാൻ പോകുന്നതെന്നും അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അമ്മ കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ വേദ പോകാനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഈ സമയത്ത് വേദയും കുഞ്ഞും കൂടെ വന്നു. തരുൺ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പോൾ വേദയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും തരുൺ ഇങ്ങനെ നോക്കുക കേട്ടോ. തരുൺ ഇങ്ങനെ കുഞ്ഞിനെ തന്നെ നോക്കുന്നു. ആ സമയത്ത് അമ്മ പെട്ടെന്ന് കുഞ്ഞിനെ വേദയുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചു. തരുണിന് സംശയമൊന്നും തോന്നാതിരിക്കാനേ പെട്ടെന്ന് അമ്മ മേടിച്ച കുഞ്ഞിനെ തരുണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലോട്ട് പോകാൻ, പക്ഷെ അതൊന്നും വേദയ്ക്ക് പറ്റുന്നില്ല. വേദയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അമ്മ ഇടയ്ക്ക് കയറി വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് വേദയെ വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നു. അങ്ങനെ അവർ പോകുക കേട്ടോ. പോകുന്ന വഴിക്ക് കുഞ്ഞ് കരയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വേദയ്ക്ക് ഭയങ്കര ഉള്ളിൽ പേടി. അപ്പോൾ തരുണാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാവെ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് കുഞ്ഞാവയോട് വർത്താനമൊക്കെ പറഞ്ഞ് കുഞ്ഞാവയെ കൊഞ്ചിച്ചും സ്നേഹിച്ചും ഒക്കെ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കുഞ്ഞ് ഭയങ്കര കരച്ചില്ല. അച്ഛൻ്റെ മോള് കരയല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തരുൺ അതിനെയും കൊണ്ട് അങ്ങ് കയറിപ്പോയി. ഈ സമയത്ത് വേദയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് കണ്ടിട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ സഹിച്ചാലേ പറ്റുള്ളൂ. വേദ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. അമ്മ വന്നിട്ട് വേദ അന്നേരം തൊടുവും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ ജോലിക്കാർ അങ്ങനെയൊക്കെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുക. അപ്പോൾ ഈ വന്നേക്കണത് ആരാ എന്നൊക്കെയുള്ളൊരിതിൽ. അപ്പോഴേക്കും അമ്മ വേലക്കാരോട് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. ഈ സമയത്ത് അമ്മ വേദയെ കൂട്ടിക്കൊണ്ട് പോയി വേദയ്ക്കുള്ള മുറി കാണിച്ചു കൊടുക്കുക. ഈ മുറി മോൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ പറയാൻ കേട്ടോ എന്നും പറഞ്ഞു. ആ സമയത്ത് അമ്മയും മോള് കുഞ്ഞിനെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാമെന്നേ, മോളിവിടെ ഇരുന്നോ, ശരി കേട്ടോ എന്നും പറഞ്ഞു അമ്മ എന്നിട്ട് അങ്ങ് പോയി. വേദ എന്നിട്ട് ഈ മുറിയൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടു. ഈ സമയത്ത് ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നമ്മുടെ രാധികയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ തരുൺ കരയുക. അങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അത് കണ്ടുകൊണ്ട് അമ്മ മുറിയിലേക്ക് കയറി വരുന്നത്. അപ്പം ആ ഒരു അവസ്ഥ കണ്ട അമ്മയുടെ ചങ്കു പിടയുന്ന വേദനയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് പിന്നെ അമ്മ തരുണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് വേദയുടെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ തരുൺ അവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോഴത്തേക്കും തരുണിന് ഭയങ്കര ടെൻഷൻ. തരുൺ ഓടി ആ മുറിയിലേക്ക് കയറാനായിട്ട് നോക്കുക. പക്ഷേ വേദയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കൊണ്ട് തരുണിന് അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. മൊത്തത്തിൽ തരുണിനൊരു സമാധാനത. ആ സമയത്ത് കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. അന്നേരം അമ്മ പതുക്കെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും വേദ കുഞ്ഞിന് പാല് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും തരുൺ ഇടിച്ച് കയറി അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ നീ എന്തിനിങ്ങനെ ചെല്ലുന്നത്, എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. കുഞ്ഞ് ഭയങ്കര കരച്ചില്ല മോളെ എടുക്കാൻ. അപ്പോൾ കുഞ്ഞ് അവളുടെ കൂടെ കിടന്ന് ഉറങ്ങുക മോനെ, ഇപ്പോൾ ഉണരും, പിന്നെ കരച്ചിലാകും. അതുകൊണ്ട് കുഞ്ഞിപ്പോൾ അവളുടെ കൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് അമ്മ മോനോട് പറയാം. നീ വന്നേന്നും പറഞ്ഞ് ഇങ്ങനെ തരുണിനെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ആ അമ്മ രണ്ടുപേരുടെയും നടുവിൽ ഇങ്ങനെ ആകതായിട്ട് നിൽക്കുക. ഈ സമയം കൊണ്ട് തരുൺ റൂമിൽ ഒരു തൊട്ടിലൊക്കെ കെട്ടി തൻ്റെ കുഞ്ഞിന് കിടക്കാനൊക്കെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ തരുൺ റൂമിൽ വന്നു. പിന്നെ തരുൺ കുഞ്ഞിനെ കൊഞ്ചിക്കലും ഒക്കെ ആയി. ഈ സമയത്ത് വീണ്ടും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് തരുൺ കുഞ്ഞുമായിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം
കുഞ്ഞ് ഉറങ്ങുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്കും തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, അവൾ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേദയുടെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞ് മൊത്തത്തിലങ്ങ് കൈവിട്ട് പോവുകയാണോ എന്നുള്ളൊരു പേടി വേദയ്ക്ക്. അങ്ങനെ വേദ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് തരുൺ ഇങ്ങനെ കുഞ്ഞിനെ തൊട്ടിലാട്ടി ഇങ്ങനെ ഉറക്കുവാട്ടോ. അങ്ങനെ തരുൺ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതും ഉറക്കുന്നതും ഒക്കെ വേദ ഇങ്ങനെ കാണുക. അപ്പോഴേക്കും അമ്മ വന്ന് വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വേദയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും പൊരുത്തപ്പെട്ട് പോയല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ കുഞ്ഞിനെ തിരിച്ച് കൊണ്ടുവന്നു, മുറിയിൽ കിടത്തുന്നു, ഉറക്കുന്നു, പാല് കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു. അതിനിടയ്ക്ക് തരുൺ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നു. ആ സമയത്ത് തരുൺ കുഞ്ഞിനെ കൊഞ്ചിച്ചും സ്നേഹിച്ചും കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴത്തേക്കും വേദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ഓടി വന്നു കേട്ടോ. എന്നിട്ട് വിക്രം തൻ്റെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് വേദയ്ക്ക് തോന്നുന്നത്. അച്ഛനും മോളും കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതായിട്ടൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ കാണുക. തരുണാണെ കുഞ്ഞിനെ നിലത്ത് വെക്കുന്നില്ല, അതിനെ കൊഞ്ചിച്ചും സ്നേഹിച്ചും ലാളിച്ചും താരാട്ടുപാടിയൊക്കെ തരുൺ ഇങ്ങനെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നത് ജയിലിൽ നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്തേക്ക് അന്ന് ഇടി കിട്ടിയവന്മാർ വരും കേട്ടോ. വിക്രത്തെ കണ്ടപ്പോഴത്തേക്ക് ഇവന്മാർക്കൊരു പേടി. ഇവന്മാരൊരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. ആ സമയത്ത് വിക്രത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ ഇവിടെ നമ്മുടെ വാർഡൻ സാറിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഈ ചേട്ടൻ അവിടുന്ന് പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ജോലി ചെയ്ത പൈസയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിടും. അപ്പോൾ ശരിക്കും ഇപ്പം നമ്മുടെ വിക്രം ഒറ്റയ്ക്കായി. നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ചേട്ടനൊരു മിണ്ടാനും പറയാനെങ്കിലും ഒരാളുണ്ടായിരുന്നു. ആ ചേട്ടൻ ഡ്രസ്സൊക്കെ മാറി വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. വിക്രം എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങുക കേട്ടോ, പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായിട്ടും വിളിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോൾ ഇറങ്ങാൻ എൻ്റെ രാഘവേട്ട? ഹൈക്കോടതിയിൽ അപ്പീലുണ്ടല്ലോ, അത് പെട്ടെന്ന് വിധിയാകുമെന്നും അത് ഉറപ്പാണെന്നും ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അധികം വൈകാതെ തന്നെ നിനക്ക് റിലീസാകാനും പറ്റുമെന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദ അമ്മയും കൂടെ ചേർന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുക. അപ്പോൾ തരുൺ അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞിനെ കുളിപ്പിക്കുന്നൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വേദയാണെങ്കിൽ കുറച്ചങ്ങ് നീങ്ങിയിരിക്കുന്നു. വേദ അങ്ങ് കുറച്ച് നീങ്ങിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ മോള് കുളിക്കുക എന്നൊക്കെ ചോദിച്ച് തരുൺ വന്ന് കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുമ്പോൾ തരുൺ നിനക്കിന്ന് ജോലിയില്ലെന്ന് ചോദിച്ചു അമ്മ. അപ്പം ഞാൻ കുറേ നാളത്തേക്ക് ലീവ് എടുത്തമ്മയെന്ന് തരുൺ അന്നേരം അമ്മയോട്. ഇവളിങ്ങനെ ദിവസം തോറും വളരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താ അമ്മയുള്ളതെന്ന് തരുൺ ചോദിക്കുക. അതൊന്നും വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോലിക്കാരും തൊട്ടപ്പുറം ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം കുഞ്ഞിനെ ഇങ്ങനെ കുളിപ്പിക്കുക. അതെ അമ്മ, ഇനി മോൾക്ക് വേണ്ടി വാങ്ങിച്ച പാദസരം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊക്കെ കാണിക്കുക. അപ്പോൾ അതേ വേദ ഇങ്ങനെ നോക്കുവാണ് അമ്മയെ. ആ സമയത്ത് അമ്മ ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞിനെ കുളിപ്പിച്ചു, തോർത്തിയൊക്കെ എടുക്കുന്നു. അപ്പോൾ അതേ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ മുറിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അമ്മ ഞാൻ ഇറക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തരുൺ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് ചെല്ലും, ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ അത് കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം പിന്നെ ആ കുഞ്ഞിനെ അവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്ത് അമ്മ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവരവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞുമായിട്ട് ജോലിക്കാരി അടുക്കളയിലേക്ക് ചെന്നു. ആ സമയത്ത് വേദയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് പറ്റുന്നില്ല. അപ്പോൾ വേദമോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിന്നാലെ ചെല്ലുക. കുഞ്ഞിനെ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ തരുൺ ഇങ്ങോട്ട് വരുമെന്നും അതുകൊണ്ടാണെന്ന് അമ്മ പറയുന്നു. അപ്പോൾ വേദയ്ക്ക് പറ്റുന്നില്ല, ഭയങ്കര ദേഷ്യമൊക്കെ വരിക. ആ സമയം ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായിപ്പോയല്ലേ അമ്മേ എന്ന് വേദ അമ്മയോട് ചോദിക്കുക, തരുണിൻ്റെ അമ്മയോട്. ആ ഒരു സമയത്ത് അതിലും നല്ലൊരു വഴി വേറെ ഇല്ലെന്ന് മോള് തന്നെയല്ലേ അത് നിശ്ചയിച്ചതെന്ന് ചോദിച്ചു. ആ സമയത്ത് മാത്രമല്ല, ഇപ്പോഴും എൻ്റെ മുന്നിൽ വേറൊരു വഴി ഇല്ല എന്ന് വേദ അമ്മയോട് പറയണു. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത അമ്മയുടെ മകനെ കൂടി പറ്റിക്കല്ലേ എന്നൊരു തോന്നലാണ് എന്നിങ്ങനെ വേദ പറയാം. ഏതെങ്കിലും വിധത്തിൽ തരുണത് അറിയാൻ അതൊന്ന് ഓർത്ത് നോക്കിക്കേ അമ്മ, ആ ഷോക്ക് താങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പം പോലും അവനത് അറിഞ്ഞാൽ അവനത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എൻ്റെ പേടി. വൈകും തോറും അത് കൂടുതൽ പ്രശ്നമാവില്ലേ എന്നിങ്ങനെ വേദ അമ്മയോട് ചോദിച്ചു. അമ്മയെ ഞാനും ചേർന്ന് ചതിച്ചു എന്ന് തരുണിന് തോന്നില്ലേ എന്നും ചോദിച്ചു. നാളെ അവരുടെ ശരിക്കുള്ള അച്ഛൻ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തു പറയുമെന്നും വേദ ചോദിക്കുക. അപ്പം ശരിയാ മോളെ, സത്യം പറയുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത് എന്ന അമ്മ. പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്നും അത് ഞാൻ പറഞ്ഞോളാമെന്ന് വേദ പറയുക കേട്ടോ. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ എനിക്കെൻ്റെ കാര്യങ്ങൾ പറയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വേട്ടയാടുന്ന സകല ആൾക്കാരെ പറ്റിയും എനിക്ക് അദ്ദേഹത്തിനോട് പറയാമല്ലോ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നതെന്ന് പറയാമല്ലോ എന്നും വേദ പറയണു.
ഒരു പക്ഷേ അംഗീകരിക്കില്ലായിരിക്കാം, അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കാം, എന്നോട് ദേഷ്യമൊക്കെ തോന്നുമായിരിക്കാം, എന്നാലും സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം അമ്മയെന്നും പറഞ്ഞു വേദ ഇങ്ങനെ തീരുമാനിക്കുക കേട്ടോ സത്യങ്ങളെല്ലാം പറയാം എന്നുള്ളത്. ഈ സമയത്ത് നമ്മുടെ വേദ റൂമിൽ ചെന്നപ്പോൾ കുഞ്ഞിനുള്ള പാട്ടൊക്കെ പാടി താരാട്ട് പാടി ഉറക്കിക്കൊണ്ടിരിക്കുക തരുൺ. ദേ ഇപ്പം എൻ്റെ കുഞ്ഞിന് അച്ഛൻ പാട്ട് പാടിത്തരാം, കുറച്ചുകൂടി വലുതാകുമ്പോൾ അച്ഛൻ ഭൂതത്തിൻ്റെയും നങ്ങേലിയുടെയും കഥ പറഞ്ഞു തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സംഭാഷണം കേട്ടുകൊണ്ട് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ കുറേ കഥകളുണ്ട്, അതൊക്കെ കേട്ടിട്ട് വേണം എൻ്റെ മോള് വളരാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഈ തരുൺ പറയാം. അപ്പോൾ വിക്രത്തെ പറ്റി ആലോചിച്ച് ഇങ്ങനെ നമ്മുടെ വേദ നിൽക്കുക. അപ്പോഴേക്കും ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ തരുൺ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടുന്നു. അങ്ങനെ ദേ നമ്മുടെ തരുൺ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളും പാട്ടും അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേദ പറയാൻ വന്നങ്ങ് മറന്നുപോയ പോലെയായി. വേദ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക തരുണിനെ പറ്റി ആലോചിച്ച്. ഒരു പശുവിനെയും ഭൂതം ഉപദ്രവിക്കില്ല, പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആരും കാണാതെ ആ പശുക്കളുടെ അമ്മിഞ്ഞ പാല് കുടിച്ചിട്ട് കുമ്പേം നിറച്ച് തിരിച്ചു പോകും. അങ്ങനെ ആ കഥ കേട്ട് നമ്മുടെ വേദ ചിരിക്കുക. അപ്പോൾ പറ, ഭൂതം ശരിക്കും പാവല്ലേ എന്നൊക്കെ പറഞ്ഞ് തരുൺ ഇങ്ങനെ കഥ പറഞ്ഞു. കുഞ്ഞു ഉറങ്ങി. ഇനിയും പറഞ്ഞു തരാൻ കുറേ കഥകളുണ്ട് കേട്ടോ, അത് മുഴുവനും കേട്ട് എൻ്റെ കുഞ്ഞ് വളരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിനോട് തരുൺ ഇങ്ങനെ സംസാരിക്കുന്നു. വളർന്ന് വലിയ കുട്ടിയാകും. അപ്പോഴേക്കും ഈ കുഞ്ഞിയുടെ കുഞ്ഞിക്കാലടി ഉണ്ടല്ലോ, ദാ അച്ഛൻ്റെ ഈ നെഞ്ചത്ത് ഇങ്ങനെ പച്ച കുത്തി കിടക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുവാവയെ കാണിച്ചു കൊടുക്കുക. ആ കുഞ്ഞിൻ്റെ കാല് നമ്മുടെ തരുൺ നെഞ്ചത്ത് പച്ച കുത്തി. ഇപ്പം തരുണിൻ്റെ മുറിയിലേക്ക് ചെന്നൊരു കാഴ്ച കണ്ട് വേദ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ അത് പണിയായി എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലായി. ഇപ്പോഴേ എത്രത്തോളം ആ കുഞ്ഞിന് വേണ്ടി ഓരോ ത്യാഗങ്ങളൊക്കെ നമ്മുടെ തരുൺ ചെയ്യുന്നത് അത് കണ്ടപ്പോൾ വേദയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.